ഹായ്. അവസാനമായിട്ട് നിങ്ങൾ കരഞ്ഞത് എന്നാന്ന് ഓർമ്മയുണ്ടോ? ചിലപ്പോൾ മറക്കാനായിട്ട് ഉണ്ടാവില്ല അല്ലേ? കാരണം ഇന്ന് തന്നെ കരഞ്ഞിട്ടുള്ളവരുണ്ടായിരിക്കും, ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? ചില ആളുകൾ ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടായിരിക്കും കരഞ്ഞിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും എന്നെപ്പോലുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ടുണ്ടായിരിക്കുക. എന്തിനും കരയുന്ന ആളുകളല്ലേ? സന്തോഷം വന്നാലും സങ്കടം വന്നാലും മനസ്സ് നിറഞ്ഞാലും ദേഷ്യം വന്നാലും ഒക്കെ കണ്ണീര് വരുന്ന ആളുകൾ. ഞാൻ പണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ചില ആളുകൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നീ എന്തിനാ എപ്പോഴും കരയുന്നേ? ഇവളെപ്പോഴും കരച്ചിലാണ്, ഇവൾക്ക് കരയാനേ അറിയുള്ളൂ, ഒരു കാര്യമില്ലെങ്കിൽ ഇവൾ ഇരുന്ന് കരയും എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പിന്നെ ചില ആണുങ്ങളുടെ അടുത്ത് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ആണത്തുള്ളവർ കരയില്ല, ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് കരയണേ അല്ലേ എന്നുള്ള തെറ്റായ ചിന്താഗതികളും നമ്മുടെ നാട്ടിലുണ്ട്. അത് തെറ്റ് തന്നെയാണ്, കംപ്ലീറ്റ്ലി തെറ്റാണ്. കരയുന്നത് ഒരിക്കലും ദുർബലരായിട്ടുള്ള ആളുകളല്ല, അവർ ശക്തരാണ്. അവരുടെ ഇമോഷൻ അല്ലെങ്കിൽ അവർ അനുഭവിച്ച വേദന അതൊക്കെ അവർ അംഗീകരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അവർ സങ്കടപ്പെട്ടിട്ട് അവർ കരയും. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റായിരിക്കും, അത് നമ്മൾ കരഞ്ഞു തീർക്കും. ചില സമയത്ത് നമ്മൾക്ക് ഒരുപാട് സന്തോഷം വന്നാലും നമ്മൾ കരയില്ല, എത്ര ആഗ്രഹിച്ചതാണ്, നന്ദി പറച്ചിൽ പോലെ ആയിരിക്കും അവർ കരച്ചിൽ. അപ്പോൾ എന്തുകൊണ്ടും ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ത് കാര്യവും അംഗീകരിക്കുന്ന, ഈ ഇമോഷൻ അംഗീകരിക്കുന്നവർക്ക് കരയാനായാലും ചിരിക്കാനായാലും സാധിക്കുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കരയുന്ന ആളുകൾ ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകൾ, അതെൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ്. കാരണം അവർക്ക് സത്യം പറഞ്ഞാൽ അവരെന്ത് ചെയ്താലും അതിനെ അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഒരു തെറ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനെ തെറ്റാണെന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് എത്രത്തോളം നിങ്ങൾക്കത് ഒരു കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരാൾ കരയുന്നത് കാണുമ്പോൾ നീ കരയരുതെന്ന് നമ്മൾക്ക് പറയാനായിട്ട് ഒരിക്കലും അവകാശമില്ല. അവരുടെ വിഷമം അല്ലെങ്കിൽ അവരുടെ സന്തോഷം സങ്കടം എന്താണോ അവർ ഇമോഷൻ, അത് അവർ കരഞ്ഞ് തന്നെ തീർക്കണം എന്നുള്ളതാണ്. ഇമോഷൻ കൺട്രോൾ ചെയ്യണം, ശരിയാണ്. പക്ഷേ അനിയന്ത്രിതമായ കരച്ചിലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അത് നമുക്ക് കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾക്കൊരു ഇമോഷൻ വന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് അല്ലെങ്കിൽ സമാധാനം കിട്ടാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അത് കരഞ്ഞു തീർത്താലൊക്കെ ഒരുപാട് നമ്മുടെ എന്താ പറയുക മനസ്സിൻ്റെ ആ ഒരു വിഷമം അല്ലെങ്കിൽ സങ്കടമൊക്കെ നമുക്ക് എന്താണ് കരഞ്ഞു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും ഇനി കരയുന്ന ആളുകളെ കാണുമ്പോൾ പുച്ഛിക്കരുത്. അവർക്ക് എന്താ പറയുക ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ഇമോഷനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് കരയാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റായിട്ട് കരഞ്ഞത് എന്നാണെന്നുള്ളതും ധൈര്യമായിട്ട് കരച്ചിൽ വന്നാൽ കരയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക്